Hey guys, welcome to CP Talks. നമ്മുടെ കൂടെ CP Talksലുള്ളത് DNA മൂവി സ്റ്റാർസ് ആയിട്ടുള്ള മിസ്റ്റർ അഷ്കർ സൗദാൻ ആൻഡ് ഹന്ന റജി കോശി. ആ പേര് പറഞ്ഞു, എന്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. ഡോക്ടർ ഹന്ന റജി കോശി അഷ്കർ സൗദാനുമാണ് DNA മൂവിയുടെ പ്രൊമോഷനായിട്ട് ദുബായിലുള്ളത്. ദുബായ് മൊത്തം കാണുമ്പം ലുക്ക് വൈസ് യു നോ ഹൗ ഇറ്റ് ഇസ്. ഇറ്റ്സ് ലൈക്ക് ഓരോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാണുമ്പം കാറിലാണെങ്കിൽ ഞാൻ കാറിൽ താപ്പോട്ട് നോക്കിയിരിക്കാറുള്ളൂ, പുറത്തേക്ക് ഞാൻ നോക്കാറില്ല. താഴത്ത് നോക്കുമ്പോൾ ഞാൻ മുഖം പൊക്കും, ഒന്ന് ദുബായ് കാണും, ഒന്ന് ദുബായ് കാണും. ഫ്ലൈറ്റിൽ കയറാൻ പേടിച്ചിട്ടാ. ഫ്ലൈറ്റിൽ കയറിയിട്ട് കട്ടറി ചാടത്തില്ലേ, മറ്റേ ഇടിക്കത്തില്ല, പേടിയാ. അത് എന്നോട് പറഞ്ഞിട്ടില്ല, ഡയറക്ടറുമായിട്ട് ടി സുരേഷ് ബാബു സാറും മമ്മൂട്ടി അവർ തമ്മിലൊരു ബന്ധം എന്നോട് പറഞ്ഞിരുന്നു, നീ അഭിനയം പരിപാടിയൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ കൂടെ CP Talksലുള്ളത് DNA മൂവി സ്റ്റാർസ് ആയിട്ടുള്ള മിസ്റ്റർ അഷ്കർ സൗദാൻ ആൻഡ് ഹന്ന റജി കോശി. ആ പേര് പറഞ്ഞു, എന്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഡോക്ടർ ഹന്ന റജി കോശി അഷ്കർ സൗദാനുമാണ് DNA മൂവിയുടെ പ്രൊമോഷനായിട്ട് ദുബായിലുള്ളത്. ഇപ്പൊ ഷാർജയിൽ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നാല് കിളികളുടെ കൂടെ നടുക്ക് പാവം കിളൻ. ഇൻട്രോ കൊടുത്തില്ല, കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. ഇത്ര പറഞ്ഞ വേസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കാം. ഓക്കെ, റെഡി. ഹേ ഗൈസ്, ഇന്ന് CP Talksൽ നമ്മുടെ കൂടെ ഉള്ളത് DNA മൂവി സ്റ്റാർസ് ആയിട്ടുള്ള അഷ്കർ സൗദാൻ ആൻഡ് ഡോക്ടർ ഹന്ന റോജി കോശിയാണ്. സോ വെൽക്കം ടു ദ ചാറ്റ്. ഓ, താങ്ക് യു, ഒരുപാട് സന്തോഷം. അല്ലേ? താങ്ക് യു ഫോർ ഹാവിംഗ് അസ്. ഇവരിപ്പോൾ ഉള്ളത് ദുബായിലാണ്. മൂവിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദുബായിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ഹന്ന, അഷ്കർ, എങ്ങനെയുണ്ട് ദുബായ്? ഹന്ന ആദ്യമായിട്ടാണ് ദുബായിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ദുബായ്? ഞാൻ ഫസ്റ്റ് ടൈം വരുന്നു ആൻഡ് ഐ എം ഹാപ്പി ബിക്കോസ് എൻ്റെ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയത്. മലയാളി ഓഡിയൻസ് എല്ലാവരും കണ്ടിട്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ദുബായ് മൊത്തം കാണുമ്പം ലുക്ക് വൈസ് യു നോ ഹൗ ഇറ്റ് ഇസ്. ഇറ്റ്സ് ലൈക്ക് ഓരോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാണുമ്പം ഇറ്റ്സ് അസ്റ്റോണിഷിങ്. നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് ഇറ്റ്സ് വെരി ക്ലീൻ, നല്ല സ്ഥലം. സോ ഐ ലവ്ഡ് ഇറ്റ്. പിന്നെ പേഴ്സണലി ഞാനങ്ങനെ ഒത്തിരി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ല. ഇപ്പം കാറിലാണെങ്കിൽ ഞാൻ കാറിൽ താപ്പോട്ട് നോക്കിയിരിക്കാറുള്ളൂ, പുറത്തേക്ക് അങ്ങനെ നോക്കാറില്ല. ഇവിടെ വന്നപ്പോൾ ഐ എം ജസ്റ്റ് സൈറ്റ് സീയിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. പിന്നെ എന്താ പറയുക, താഴത്ത് നോക്കുമ്പോൾ ഞാൻ മുഖം പൊക്കും, ഒന്ന് ദുബായ് കാണും, ഒന്ന് ദുബായ് കാണും, ദുബായ് ആ ബുർജ് ഖലീഫ കാണും, അത് കാണുക പറയാം. അന്ന ആദ്യമായിട്ട് എൻ്റെ കൂടെ ആണ് 10-11 പടം റിലീസായ ദുബായിൽ. അന്നയുടെ എൻ്റെ പടം ആദ്യമായിട്ടാണ് DNA ദുബായ് റിലീസായിരിക്കുന്നത്. ഞാനൊരു എക്സൈറ്റ്മെൻറ്റുമായിട്ടിരിക്കുകയാണ്. ഹന്ന ദുബായിൽ കുറേ പടങ്ങൾ റിലീസ്. ഹന്ന വരാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ദുബായിൽ ഫ്ലൈറ്റിൽ കയറാൻ പേടിച്ചിട്ടാ. ഫ്ലൈറ്റിൽ കയറിയിട്ട് കട്ടറി ചാടത്തില്ലേ, മറ്റേ ഇടിക്കത്തില്ല, പേടിയാ, താഴത്തേക്ക് വീഴുവോ, അങ്ങനെ താഴത്ത്. ഞാൻ പറഞ്ഞ് ഈ DNA കൊണ്ടൊരു ഒറ്റ കൈ ഞാൻ പിടിക്കാം, ധൈര്യമായിട്ട് വരൂ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അങ്ങനെ DNA ദുബായ് റിലീസായി. ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഇപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. കാരണം എൻ്റെ എത്ര വലിയൊരു പാഠമാണ്. ഞാൻ മീൻസ് എനിക്കിപ്പോൾ ആ ഒരു അവസരം തന്നത് എൻ്റെ പ്രൊഡ്യൂസറാണ് KB അബ്ദുൽ നാസർ സാറാണ്. അക്ബർ ട്രാവൽസിൻ്റെ ഓണറാണ്. ബെൻസി പ്രൊഡക്ഷൻസാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമുക്കിങ്ങനെ ഒരു വലിയ അവസരം തന്നു. ദുബായിൽ പടം റിലീസായി. അതിൻ്റെ ഒരു ആ ചാർജിൽ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. പടത്തിൽ മോശം അഭിപ്രായം ആരും പറഞ്ഞില്ല. നാട്ടിൽ മോശം അഭിപ്രായം ഉണ്ടായാൽ ഒരിക്കലും ദുബായ് പടം റിലീസാകത്തില്ലല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കണം. അപ്പോൾ ദുബായിലെ പ്രവാസികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. പിന്നെ ഹന്ന റജി കോശി ഉള്ളത് കൊണ്ട് ഞാൻ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ ഈ ഒരു കോംബോ ലൈക്ക് ഈ മൂവിക്കകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ആ ഒരു കോംബോ, നിങ്ങളുടെ കെമിസ്ട്രി ഒന്ന് പറയാമോ? രണ്ടിനും സ്ക്രൂ ഇല്ല, അതുകൊണ്ടാണ്. ഇവരും ആക്ച്വലി ഹാഫ് ക്രാക്ക്, ഐ എം ഓൾസോ ഹാഫ് ക്രാക്ക്. സോ ഇമാജിൻ രണ്ട് ഹാഫ് ക്രാക്സ് ഒരുമിച്ച് വരുമ്പോൾ സോ ദാറ്റ്സ് എ വൈബ്. ഐ തിങ്ക് ഹി ഹാസ് എ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് മേ ബി കൈൻഡ് ഓഫ് ഫിലിം ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇവന് ജാട കാണിക്കാം, അഹങ്കാരം കാണിക്കാം, ഓൾ ദാറ്റ് തിങ്സ്. ബട്ട് ഹി ഈസ് വെരി ഡൗൺ ടു എർത്ത് ആൻഡ് വെരി ഹംബിൾ. അപ്പം നിങ്ങൾ നമ്മളെ മൂന്നുപേരും ഇപ്പോൾ സംസാരിക്കുമ്പോഴും യു ക്യാൻ ഫീൽ ഇറ്റ്, റൈറ്റ്? ഭയങ്കര ജെല്ലാവുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ എം ടെല്ലിങ്, ബിക്കോസ് ഇവൻ ആ ഒരു ഹംബിൾനെസ് ഉള്ളത് കൊണ്ട് ഐ കുഡ് ഈസിലി കണക്ട് വിത്ത് ഹിം. ജാടയും ഷോ ഓഫ് ആണെങ്കിൽ ഞാൻ മിണ്ടാൻ നിൽക്കത്തില്ലായിരുന്നു. സോ ആ ഒരു അതെ ഞാൻ ശല്യമാണെന്ന്. ഓക്കെ, അങ്ങനെയല്ല. സോ മേ ബി ദാറ്റ് ഇസ് എ റീസൺ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു വൈബ് സിനിമയിലാണെങ്കിലും ഞങ്ങൾക്ക് അഭിനയിക്കുമ്പോഴും എളുപ്പമായിരുന്നു. ബിക്കോസ് റിയൽ ലൈഫിൽ ഞാൻ പറയുമ്പോൾ ഹി കൻ അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് പറയാതെ തന്നെ ഹി കൻ അണ്ടർസ്റ്റാൻഡ് പല കാര്യങ്ങളും. സോ ഐ തിങ്ക് ദാറ്റ് ഹെൽപ്പ് മീ ടു വർക്ക് വിത്ത് ഹിം ആസ് എ കോ സ്റ്റാർ സിനിമയിൽ. സോ റിയൽ ലൈഫിലും യു ക്യാൻ സീ എന്തോരം തഗ്ഗും റോൾ എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ബട്ട് ദാറ്റ് ഈസ് ദി ബെസ്റ്റ് തിങ്. ഐ എം എൻജോയിങ് ദാറ്റ്. ഇത്രയൊക്കെ പറയാൻ പറ്റും എനിക്ക്. ഒരുപാട് നന്ദി. എന്താ ഡോക്ടർ ഹന്ന റജി കോശിയാണ്, ഡെന്റൽ ഡോക്ടറാണ്.
എന്താ പേടിച്ച് നമ്മൾ പേടിച്ച് വേണം കൂടെ നിൽക്കുക, അല്ലെ പല്ലൊക്കെ ഇടിച്ച് പരത്തി കളയും അല്ലേ? അതിന്റെ ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു. പേടിച്ചിട്ട് ഇങ്ങനെ പല്ലൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് അതിനെ പല്ല് വെച്ചാലെന്നൊക്കെ പറയും അല്ലേ? ഒരു പല്ലെടുത്ത് ഒരു പല്ല് ഫ്രീ. അടുത്ത ലണ്ടനിൽ അത് ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂസിൽ ലണ്ടനില് ഞാൻ പറഞ്ഞു ദുബായ് ക്ലിനിക്ക് ഇടാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ദുബായില് നല്ല ഞാൻ ഇവിടുത്തെ ഷെയ്ഖിനോട് പറഞ്ഞു കൊടുക്കല്ല. എന്നാ പിന്നെ നമുക്കൊക്കെ വരാമല്ലോ. ഇവിടെ തന്നെ ഇവിടെ ഡെന്റലിന്റെ സർവീസിന് ഭയങ്കര ചാർജസ് ആണ്. അപ്പൊ ലൈക്ക് വി ക്യാൻ കം ടു യു. പൈസയെ കുറച്ചിട്ട് സാധാരണ ആൾക്കാർ, ഞങ്ങളെ പോലെയുള്ള സാധാരണ ആൾക്കാർ പല്ലൊക്കെ ശരിയാക്കി തരും പ്ലീസ്. ബട്ട് വി ആർ ഫ്രണ്ട്സ് നൗ. ലൊക്കേഷനിൽ എന്താണെന്നറിയാം, എല്ലാവരും ചെല്ലും. അന്ന എടുത്ത് ഡോക്ടറല്ലേ, ഡെന്റൽ ഡോക്ടറല്ലേ, അപ്പൊ എല്ലാവരും ചെല്ലും. അന്ന ഈ പല്ലിന് ഇവിടെ ഓട്ട, ഈ പല്ല് ഇങ്ങനെ ഇരിക്കുന്നു, ആ പല്ലിങ്ങനെ ഫുള്ള് സിനിമ അഭിനയിക്കാൻ സമയമില്ല പുള്ളിക്ക്, പല്ല് നോക്കല. ചെയ്യാറുണ്ടായിരുന്നു, ബട്ട് നോട്ട് ആസ് ഐ മീൻ ഇന്നേ വരെ പഠിച്ചതിന് ശേഷം എനിക്ക് സാലറി ആയിട്ട് വർക്ക് ചെയ്ത് സാലറി ഒരു ജോബായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു 1000 രൂപ കൊടുത്തായിരുന്നു എൻ്റെ പല്ല് നോക്കി. ഓൺലി തിങ് ഇസ് ബിക്കോസ് യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്ലി നമ്മൾ എന്ന് ക്ലിനിക്ക് പോകണം. എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് സിനിമ ബിസി അല്ലേ, ടൈം ഇല്ലല്ലോ. ഓക്കെ ഓക്കെ നമ്മുടെ സുരേഷ് ബാബു സാറിൻ്റെ ഡയറക്ഷനിലുള്ള മൂവിയല്ലേ ഇത്. അതിൻ്റെ ക്രൂ നോക്കുകയാണെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർസ് ആണ്. അതിൽ ആരും ന്യൂ ഫേസ് എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ അഷ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് യുവർ ഡ്രീം പ്രൊജക്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ഈ ക്രൂസിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ബാബുവാനൻ്റെ സാറ്, റിയാസ് ഖാനിക്കാർ, റായ് ലക്ഷ്മി, ഹന്ന റജി കോശി, അങ്ങനെ ഒരുപാട് വലിയ രവിചേട്ടൻ, നമ്മുടെ രവീന്ദ്രൻ ഡിസ്കോ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് രാജു വർഗീസ്, ഒത്തിരി ആർട്ടിസ്റ്റുണ്ട്. ഇവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഞാൻ വേറെ ഒന്നുമില്ല, 4 വർഷമായി ഈ പ്രോജക്റ്റിൻ്റെ പുറകെ നടക്കുന്നതല്ല, ഇതിനു വേണ്ടി എല്ലാവരും, ഡയറക്ടറാണേലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ സന്തോഷമാണേലും, ടി എസ് സുരേഷ് ബാബു സാറ്, അദ്ദേഹത്തിനൊപ്പം ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ പടം ഞാൻ വീട്ടിൽ രഹസ്യമായിട്ട് പോയി കണ്ടിട്ട് വീട്ടിൽ നിന്ന് അടി മേടിച്ച ഒരുത്തനാണ്. അന്ന് ഡയറക്ടർ ആരാന്ന് നമുക്കറിയത്തില്ല. മാമിച്ചിയുടെ പടം, മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞ് പോയി കാണുക, അല്ല ഡയറക്ടറോ ക്യാമറമാനോ ഒന്നും നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല ആ പ്രായത്തിൽ. നമ്മളിപ്പോ റീസെന്റ് ആയിട്ടാണ് ഇതൊക്കെ നോക്കാനും. അതെ ആ ഒരു പ്രായത്തിൽ അറിയത്തില്ലല്ലോ ഡയറക്ടർ ആരാണ്, എഡിറ്റർ ആരാണ്, അല്ലെ മ്യൂസിക് ആരാണ്, ഒന്നും അറിയത്തില്ലല്ലോ. ആ ഒരു ടൈം അങ്ങനെയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാ മൊബൈൽ പരിപാടികളല്ലേ, എല്ലാവരും എന്താ അറിയാതെ, കുഞ്ഞുങ്ങൾക്ക് വരെ എല്ലാം അറിയാം. മൊബൈലിൽ എന്ത് ചെയ്യണം, എനിക്കൊരു ഐഫോണുണ്ട്, ഐഫോൺ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, തമാശ തന്നെ. അപ്പോൾ അതുപോലെ എല്ലാവരും ഇതായി. അപ്പോൾ ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. നമ്മുടെ ക്യാമറാമാനാണേലും രവിചന്ദ്രൻ. ദുബായിൽ വന്നപ്പോൾ ആരെയും കൂട്ടിയില്ലേ കൂടെ? എന്താണെന്നറിയാം, ഞങ്ങളൊന്ന് ഫേമസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനൊന്ന് ഫേമസ് ആയിക്കോട്ടെ, ആരെയും കൂട്ടി വിളിച്ചില്ല. പിന്നെ റായലക്ഷ്മിയൊക്കെ വന്ന റായലക്ഷ്മിയോട് പറയുമ്പോൾ നിങ്ങൾ പോകത്തില്ലേ? ഞാൻ അതുകൊണ്ട് സൗന്ദര്യം കുറഞ്ഞ ഹന്ന റജി കോശി കൊണ്ട് ചുമ്മാ പറഞ്ഞു കേട്ടോ. സൗന്ദര്യം കുറഞ്ഞൊന്നും പറയില്ല, ഷീ ഈസ് വെരി പ്രിറ്റി. എങ്കയോ പോയിട്ട് പെണ്ണുങ്ങളിരിക്കുമ്പം പക്ഷേ ഇതില് 4 കുട്ടികളുടെ കൂടെ സുന്ദരനായ ഒരുത്തനുണ്ട്, ഇത് വേറെ കാര്യം. ഓക്കെ, എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഭയങ്കര കോൺട്രവേഴ്സിയൊക്കെ ആയി. അപ്പോൾ ഹന്ന അതിന് കൊടുത്ത മറുപടി നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി ഈ ഒരു മൂവിയുടെ പ്രൊമോഷന് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അല്ല വേറൊന്നുമില്ല. അത് നമ്മൾ നമ്മളോട് അങ്ങനെ അതിനു വേണ്ടി നമ്മൾ ചെയ്തതല്ല. ഒരാൾ ചോദിച്ചു, ചോദ്യം കഴിഞ്ഞു, ഒരു ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒരിക്കലും മൂവി പ്രൊമോഷന് വേണ്ടി അങ്ങനത്തെ വാക്കുകൾ ആരും പറയത്തില്ല. അല്ല, അത് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. മൂവി ഞാൻ ഒന്ന് പറഞ്ഞെടുത്തിട്ട് തരാം. ആക്ച്വലി ആസ് സച്ച് നമ്മുടെ ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ക്രൂയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഓൾറെഡി ഗുഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ടി എസ് സുരേഷ് ബാബു സാറ് പിന്നെ ഇത്രയും വർഷം ശേഷം വരുന്നു. റായ ലക്ഷ്മി 6 വർഷം ശേഷം സിനിമയിൽ മലയാളത്തിലേക്ക് വരുന്നത്. സോ ഓൾറെഡി ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഞങ്ങൾ 1.5 years ആയിട്ട് ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു. സോ പീപ്പിൾ ഓൾറെഡി ന്യൂ ഇറ്റ്. പിന്നെ ഇങ്ങനൊരു കാര്യം, ഒരു കാര്യം വന്നപ്പോൾ ഐ ഡോണ്ട് നോ, പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം ഐ തിങ്ക് എവറിത്തിങ് ഹെൽപ്ഡ്, ബട്ട് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഐ വുഡൻ സേ വൺ തിങ് അലോൺ ഹെൽപ്ഡ് എന്ന് പറയത്തില്ല. എവറിത്തിങ് ആസ് സച്ച് വാസ് കൈൻഡ് ഓഫ് സപ്പോർട്ടീവ്. ബട്ട് DNA പറ്റി എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരുന്നു ബിക്കോസ് ഓഫ് ദ ക്രൂ ആസ് സച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹന്നയുടെ ആ ഒരു റിയാക്ഷനും ആ ഒരു റിപ്ലൈ ഒക്കെ ഒരുപാട് ആൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ന്യൂ കമേഴ്സ് വരുമ്പോഴാണെങ്കിൽ പോലും
പല മീഡിയാസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഭയങ്കര നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ്. അപ്പോൾ ഐ തിങ്ക് യുവർ റിപ്ലൈ വാസ് അപ്റ്റ് ആൻഡ് എവറി വൺ ലൈക്ഡ് ഇറ്റ് ആൻഡ് എവറി വൺ വാസ് വെരി സപ്പോർട്ടീവ് ബിക്കോസ് വി വർ ഗോയിങ് ത്രൂ ദ കമൻസ് ആൻഡ് ഓൾ. സോ വി ആർ ഹാപ്പി വിത്ത് യുവർ റിയാക്ഷൻ ആൻഡ് തിങ്സ്. അത് കഴിഞ്ഞു അടുത്ത കഴിഞ്ഞു നമ്മൾ DNA പറ്റി. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം അഷ്കർ പറയുന്നുണ്ടായിരുന്നു ഈ മൂവിയിലുണ്ടായിരുന്ന ഫൈറ്റ്. ഇപ്പോൾ നമ്മൾ മൂവി കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ലൈക്ക് ആ മൂവിയുടെ ഫൈറ്റ് സീൻ ഇറ്റ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഇതിൽ ഹന്ന പറഞ്ഞു ലൈക്ക് ഡൂപ്പിനെ വെക്കാതെയാണ് ചെയ്തത്. സോ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓഡിയൻസിനോട് ഒന്ന് ഒരുപാട് ഞാൻ പറയാം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ മൂവി 100 ഡേയ്സോടെ ഷൂട്ട് പോയ മൂവിയാണ്. ഫ്രീ ആയിട്ട് വിടുന്ന ഒരു മനുഷ്യനാണ് ടി എസ് സുരേഷ് ബാബു സാർ. നമുക്ക് ഒരുപാട് എഫർട്ട് തരത്തില്ല, അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വേണം ഇത് വേണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല ഒരു ആക്ടർ അല്ലേ. അപ്പം ഞാൻ ഒരുപാട് നല്ല 4 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റണ്ട് സെൽവ, കനൽക്കണ്ണൻ മാസ്റ്റർ, പഴനി രാജ്, റൺ രവി. അപ്പോൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഫിലിമിലെ ഫൈറ്റൊക്കെ ചെയ്തേക്കണത്. മാക്സിമം ഡൂപ്പിലാണ് ഞാൻ ചെയ്തത്. കാണുമ്പോൾ ഹാർഡ് വർക്ക്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി കഷ്ടപ്പെട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ അല്ലേ. നല്ല കഷ്ടപ്പാട് അല്ലേ. നീ കഷ്ടപ്പെടാൻ ഇതൊക്കെ ചെറുത്, നീ കിടക്കുന്നു. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത് അതൊരു കഷ്ടപ്പാടല്ലല്ലോ. അല്ല, ഇഷ്ടപ്പെട്ട ജോലി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടത്തില്ലേ, അതൊരു സന്തോഷമല്ലേ. അതാണ്. ഇപ്പോൾ എനിക്ക് അഷ്കറിൻ്റെ അടുത്തിരിക്കുമ്പോണ്ടല്ലോ, അല്ലെങ്കിൽ തിയേറ്ററിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ അഷ്കറിനെ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി എല്ലാവരും പറയുന്നതാണ്, ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ശരിക്കും പറയുകയാണെങ്കിൽ പല സീനുകളിലും മമ്മൂക്കൻ്റെ അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ഒരു മിക്സ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റ് സീനിലൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ മോശമായിട്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക ഇപ്പോഴും ഭയങ്കര ഹാൻഡ്സും ആയിട്ടാണ് ഇരിക്കുന്നത്. പല ഇൻ്റർവ്യൂവിലും ഞാൻ കേട്ടിട്ടുണ്ട് ആൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ഫുഡാണ്, ജിമ്മാണ്, വർക്കൗട്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അഷ്കറിന് ആളുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴെങ്കിലും ഫോളോ ചെയ്യണം, എന്നെ മമ്മൂട്ടറെ പോലെയാണ് ഇരിക്കുന്നത്, അപ്പോൾ എനിക്കും അദ്ദേഹത്തെ പോലെ ആവണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുഞ്ഞാളെ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പോലെ ആകണം. നമ്മുടെ കുടുംബത്തൊരു വലിയൊരു സ്റ്റാർ ഉണ്ടാവുക, നമ്മൾ അദ്ദേഹത്തല്ലേ ആരാധിക്കുന്നത്. എൻ്റെ ഫാദർ ബിസിനസ്മാനാണ്, ഞാൻ ബിസിനസ് വഴിയിലേക്ക് പോയില്ല. എൻ്റെ അമ്മയുടെ ആങ്ങള വലിയ സൂപ്പർ സ്റ്റാർ, ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ആ ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റി ഞാൻ ഭയങ്കര അഭിമാനിക്കും, ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരാധിക്കും. ഇതാണ് നമ്മുടെ അമ്മാവൻ, അടിപൊളി, ഇതുപോലെ ആകണമല്ലോ, എന്നെങ്കിലും ഞാൻ ഇതുപോലെ ആകണം, ഒരു സ്റ്റാർ ആകണം എന്നേ ഉള്ളൂ. അല്ല മമ്മൂട്ടി അദ്ദേഹത്തെ പോലെ ആകണമെന്നല്ല, ഒരു സ്റ്റാർ ആകണം, സിനിമയിൽ അഭിനയിക്കാൻ നമുക്കൊരു ഇത് വരൂല്ലേ, എന്താ പറയണ, ഇൻസ്പിറേഷൻ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ്. ഈ മൂവി കണ്ടിട്ട് ആളെന്താ പറഞ്ഞത്? അത് എന്നോട് പറഞ്ഞിട്ടില്ല, രഹസ്യ ഡയറക്ടറായിട്ട് ടി എസ് സുരേഷ് ബാബു സാറും മമ്മൂട്ടി അവർ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവർ രഹസ്യമായിട്ട് ട്രെയിലർ ഇങ്ങനെ പറയാറുണ്ടോ, ഇങ്ങനെ ഇത് കറക്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും പറയത്തില്ല. വേറെ നല്ല പുള്ളിക്ക് അറിയാം, കഷ്ടപ്പെട്ടാൽ പരിപാടി നടക്കുകയുള്ളൂ. എന്നോട് പറഞ്ഞിരുന്നു, നീ അഭിനയം പരിപാടിയൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സന്തോഷമാണ്. ഇപ്പോൾ DNA ഞാൻ പറഞ്ഞു, DNA സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, അനുഗ്രഹം മേടിക്കാൻ പോയിരുന്നു. അപ്പോഴാണ് DNA ഫുൾ ഫോം ചോദിച്ചത്. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ചെല്ലുമ്പോൾ മാമിച്ച് അനുഗ്രഹിക്കണം. ഏതാ പടം നീ ഞാൻ ടി എസ് സുരേഷ്, ടി എസ് AK സന്തോഷ് സാറ് സ്ക്രിപ്റ്റ്. പടത്തിൻ്റെ പേരെന്താ? DNA ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. പെട്ടില്ലേ, നമ്മളിത് പഠിച്ചിട്ടല്ലോ പോണത്, പുള്ളിക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വയ്യനി ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് പറ എന്ന് പറഞ്ഞു. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഈ DNA എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ഈ മൂവിക്ക് വന്നത് എന്നുള്ള ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ട്സ് ആയിരിക്കും, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്കൊരു യെസ് ഓർ നോ സെഗ്മെൻ്റ് ആണ്. ഞങ്ങൾ യെസ് ഓർ നോ എഴുതിയ ബോർഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രിപ്റ്റ് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും സെറ്റിലേക്ക് പോകാറുള്ളത്. സ്ക്രിപ്റ്റ് പഠിച്ചിട്ടല്ലേ നമ്മൾ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ്. ഞാൻ പഠിക്കും, ഇവൻ പഠിക്കാറില്ല, സ്പോട്ടില്ല. എനിക്ക് തലേന്ന് സ്ക്രിപ്റ്റ് വേണം, ഡയലോഗ് പഠിക്കണം. ഇത് ഓൺ ദ സ്പോട്ട്. Oh, that's great. That's nice. For me, I need one day preparation. I want one day. ഒരു മാസം മുമ്പേ എന്നിട്ട് പഠിച്ച് ഞാൻ പറയാം എനിക്ക് വയ്യ, ടെൻഷൻ അടിക്കുക. എന്നോട് പറയണം ആ ഡയലോഗ് പഠിച്ചോ. ഞാൻ പറയില്ല, ഞാൻ സമയത്ത് പഠിച്ചു. പഠിപ്പിച്ചിട്ടായിരിക്കണം. ഡോക്ടർ അങ്ങനെ ഡെന്റൽ പഠിപ്പിച്ചിട്ടല്ലേ അല്ലേ ആവാൻ പറ്റും അല്ലേ. So you know, biology, I mean medical ഇതാണെങ്കിൽ you have to lot of things to mug up അല്ലേ. So if you are only interested, mug upന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. So I love mugging up the lines also.
സോ എനിക്ക് സ്പോട്ടിൽ മകപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഷീസ് ഓൾസോ ഡോക്ടർ. യെസ്, exactly. So she can understand. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നിങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ? വഴക്കെന്ന് പറഞ്ഞാൽ നോട്ട് സീരിയസ് വഴക്ക്. വഴക്കിടുന്നു. എന്ത് സീരിയസ് വഴക്കൊന്നുമില്ല. അന്ന് ഡാൻസ് കളിച്ചപ്പോൾ നീ ആ സ്റ്റെപ്പ് കളഞ്ഞില്ലെന്ന് ഞാൻ കടലിൽ ഞങ്ങളുടെ മുരുകേശൻ കടലിനകത്ത് ഡാൻസ് എടുത്തായിരുന്നു. പേടിച്ചിരിക്കുവോ കടലൊക്കെ. ഞാൻ കൈ പേടി എനിക്ക് ഡീപ് സീ എന്താണ് അടി തിമിംഗലം വരുമോ ഐ ഡോണ്ട് നോ. ഐ ആം ലൈക്ക് കൈൻഡ് ഓഫ് ഐ വാച്ച്ഡ് ഓൾ. അപ്പൊ ബോട്ട് നമ്മൾ ആടിക്കൊണ്ടിരിക്കില്ല, അപ്പൊ ഡാൻസ് കളിക്കണം, അതിനിടയ്ക്ക് ബോട്ട് ആടുന്നു. ഹി വാസ് വെരി ജോളി എൻജോയ് ചെയ്ത് ആ സുഖമായിട്ട്. ഞാനാണെങ്കിൽ എനിക്കെന്താ അറിയാം, നമുക്ക് എങ്ങനെ ജീവിക്കേണ്ടത്? കടലിനകത്തോ നടുക്കടലിൽ എവിടെ വേണം എന്ത് വേണം കളി, ഡാൻസോ ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നോട്. നമ്മൾ ചെറിയ ഞാൻ കടലിനകത്ത് ഉന്തിയിട്ടായിരുന്നു. അപ്പൊ കരഞ്ഞേട്ടാ എന്നെ കടലിനകത്ത് ഉന്തിയിട്ടോ പിണങ്ങിയായിരുന്നു. അത് പിണങ്ങിയായിരുന്നു. കടലിൽ നമ്മൾ വീണില്ല ഇങ്ങനെ. ഒരു സീൻ ഉണ്ടായിരുന്നു, എന്നെ വെള്ളത്തിൽ ഇവന്റെ മേത്തോട്ട് ഞാൻ വീഴുന്നത് സോങ്ങിലുള്ളത്. സോ ഐ ടോൾഡ് എനിക്ക് ഈ സീൻ കട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് വെള്ളത്തിൽ പോകാൻ പറ്റില്ല. എന്റെ അച്ഛനെ അമ്മേനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് ഡയറക്ടറോട് കരയുവാ. ഞാൻ അങ്ങനെ ഒഴുകി പോയാലോ. അന്നേരം ചുമ്മാ സിമ്പിൾ ഫൈറ്റ്. ഓക്കെ, ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ഈ മൂവി ഷൂട്ട് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും വഴക്ക് കേട്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഡയറക്ടറിന് വഴക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. വഴക്ക് പറയാത്ത നല്ല ഒരു പാവ ശുദ്ധ മനുഷ്യൻ. നമുക്ക് ത്രിമുദ്ര ഏകമുദ്ര ഭയങ്കര സപ്പോർട്ടീവ്. വഴക്കേ പറഞ്ഞിട്ടില്ല, വഴക്ക് പറയാൻ അറിയത്തില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. സുരേഷ് സാർ വഴക്ക് അറിയത്തില്ല. ഹി ടോൾഡ് നമുക്കൊരു ഫ്രീ ആയിട്ട് വിടും. അപ്പൊ എന്തെങ്കിലും കുറവുണ്ട് ഇത് പറ്റത്തില്ല, കുറച്ചുകൂടെ വേണം, അല്ലെ കുറച്ച് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ കുറച്ച് അത്രേ ഉള്ളൂ. നെപ്പോ കിഡ്സിന് മൂവിയിലേക്ക് എൻട്രി ഈസിയാണ്. ഈസി ആണെന്ന് എന്താ എങ്ങനെ ചെയ്യണ്ടേ? നോ ആണ്. നോ എങ്ങോട്ടായിരുന്നു? ഈസി അല്ല, എൻട്രി ഈസിയാണ് എന്നാണ്. എൻട്രി ഈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി മെൻഷൻഡ് ബിക്കോസ് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് കിട്ടായിരിക്കും, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കുകയും ചെയ്യാം. ബട്ട് ടു സസ്റ്റെയിൻ ദാറ്റ്, അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് അവനവന്റെ കഴിവാണ്. ഹി ഈസ് ഗുഡ് ഇൻ ആക്ടിങ്, ഹി വിൽ ഹാവ് എ കരിയർ ഇഫ് ലൈക്ക് അതുകൊണ്ട് തന്നെ. സോ ഐ വുഡ് സേ നെപ്പോ കിഡ്സിന് പ്രിവിലേജ് ഉണ്ടോ എന്ന് വെച്ചാൽ മേ ബി 0.% നെപ്പോ കിഡ്സ് എന്നല്ല, സാധാരണ എത്രയോ പേര് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ്. അവനവന് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ, ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതിനോട് അത്ര പാഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നെപ്പോ കിഡ്സ് മാത്രം എത്രയോ പേരുണ്ട്, സിനിമാക്കാരുണ്ട്, പലരും വന്നിട്ടില്ല, അല്ലേ? ഒരുപാട് കഥകളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, അവർ അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. ദുൽഖർ ആണെങ്കിലും അദ്ദേഹത്തിന് കഴിവുകൊണ്ടാണ് വന്നേക്കണം, അല്ലേ? അപ്പം അങ്ങനെ ഒരുപാട് പൃഥ്വിരാജ് അദ്ദേഹത്തിന് കഴിവുകൊണ്ടാണ് വന്നേക്കണം. എല്ലാവരും അത്രേ ഉള്ളൂ. അല്ല ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടോ സിനിമയിൽ ആരും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇന്ന പടത്തിൽ അഭിനയിക്കുക, നീ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. എന്തെങ്കിലും പണി അറിയേണ്ട. ഈ ആക്ഷൻ കട്ടിലൊരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ വലിയ നടനാണെന്നോ അങ്ങനെയല്ലേ പറയാം. നമുക്ക് തീർച്ചയായും സിനിമയിൽ മാത്രമല്ല എത്ര ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലും അവനൊരു കഴിവുണ്ടെങ്കിലും മാത്രമേ സിനിമയിലോ അല്ലെ ബിസിനസ്സിലോ ഈ ലോകത്ത് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? മടിയന്മാരാണെങ്കിൽ നടക്കുമോ? അല്ല നമുക്ക് പരിപാടി ഒന്നും അറിയത്തില്ല, ആരെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, നിങ്ങൾ ഞങ്ങളുടെ ഇന്റർവ്യൂ കേട്ട് ലൈക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ബോറിംഗ് ആയിട്ടുണ്ടോ ഇല്ലയോ? ഒരിക്കലില്ല, സോറി, തിരിഞ്ഞുപോയി. ഞാൻ ചെയ്യുന്ന അതേ മുദ്ര ചെയ്യുവാണ്. ഒരിക്കലില്ല. കാരണം നിങ്ങളെ പോലെ ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ഇവരുടെ പേര് പഠിച്ചു, നീ പഠിക്കേ. ഞങ്ങളുടെ പേര് പഠിച്ചു. അറിയോ ഞങ്ങളുടെ പേര്? ഞങ്ങളെ കിളികൾ എന്ന് വിളിക്കുന്നത്. കിളികൾ. ഞാനത് ഈ 3 കിളികളുടെ കൂടെ ഇരിക്കുമ്പോൾ എനർജി ഉണ്ടല്ലോ, അല്ലേ? അതൊരു സന്തോഷമല്ല. അപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ അങ്ങനെ ബോറടിക്കുക, 3 സുന്ദരിമാരുടെ കൂടെ ഇരിക്കുക, പിന്നെ ഇപ്പുറത്ത് വേറെ സുന്ദരി ഇരിക്കുക, നടുക്ക് ഞാൻ ഈ പാവ ഇരിക്കുക. ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും നമുക്ക് തിരിച്ച് ഉത്തരം പറയാൻ ഒരു എൻകറേജ്മെന്റ് ആണ്. ഇത് ഇനി നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. പോവാണ് ഞങ്ങൾ ഇട്ടിട്ട് DNA എല്ലാവരും കാണാൻ പറയണേ. ഈ ചോദ്യത്തിന് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ചൂസ് ചെയ്യാം, ഹന്ന ഓർ അഷ്കർ. എല്ലാം അഷ്കർ തന്നെ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി ചളി പറയുന്നത് ആരാ? അറിയാലോ, ഇവർക്ക് അറിയാറാണ് എന്നെ. ഞാനാണല്ലേ ഇപ്പൊ ഭയങ്കര ചളി പറയുന്നത്. നല്ല വിറ്റി ജോക്സ് പറയും, ഇടയ്ക്ക് എന്നെ ആക്കും. ബട്ട് വി കൻ അണ്ടർസ്റ്റാൻഡ്. താങ്ക്യൂടാ. ഞാൻ ഭയങ്കര ജാടയൊക്കെ പിടിച്ചിരിക്കണമെന്ന് പറയും. ഇവളുടെ കൂടെ പൊട്ടത്തിലൊക്കെ പറയണോ? എല്ലാം എന്റെ പേരില. ഇതില് ഒരു കൺട്രോൾ ഇല്ലാതെ ഫുഡ് അടിക്കുന്ന ആരാണ്? ഫുഡ് ഞങ്ങൾ 2 ഫുഡീസ് അല്ല.
നമ്മുടെ എന്താ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചെന്ന് പറയാം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കുന്ന ഫുഡ് ചോറ്, മോര് കറി. ഇവിടെ ചോറ് കിട്ടി അല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തു. ചോറ്, മോര് കറി, മീൻ കറി ഒക്കെയാണ്. ഒരു നേരം കഴിക്കാൻ അപ്പൊ നിങ്ങൾ എന്റെ വൈബാണ്. ഇപ്പോഴും അതെ. ഇന്നലെ ഞങ്ങൾ ലൈക്ക് വേറെ ഇന്റർവ്യൂസിന് പോയപ്പം ഫുഡ് ഓർഡർ ചെയ്തത് ഇതാണ്. ലൈക്ക് നമ്മുടെ ബിരിയാണി, അറബിക് ഡിഷസ് എല്ലാം തരാം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അതൊന്നും വേണ്ട, ഇച്ചിരി ചോറ് കിട്ടും, ഇച്ചിരി മോര് കറി കിട്ടും. ഐ മീൻ ദാറ്റ് ഇസ് ദാറ്റ് ഒത്തന്റിക് ടേസ്റ്റ് ഇസ് റൈറ്റ്. സോ വി വാണ്ട് ദാറ്റ്. എനിക്കിന്ന് ഗോതമ്പൂട്ട് കഴിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഗോതമ്പൂട്ട് മീൻ കറി കഴിക്കണം, കൊതിയായിട്ട് വേണം. അത് ഇന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് കുറച്ച് പോപ്കോൺ കഴിച്ചാൽ വിശന്നിട്ട് മേല. ഈ ഗോതമ്പൂട്ട് മീൻകറിയെ കഴിയാൻ കൊതിയായിട്ട് മേല. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? നെക്സ്റ്റ്, നിങ്ങൾ ആരാണ് വർക്ക്ഹോളിക്? ഹി മേ ബി ഐ വുഡ് സേ സിനിമയുടെ ഷൂട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. 4 o'clock ഒരു ഷൂട്ട് പോകും, ആൻഡ് ദെൻ രാത്രി ഏർലി മോർണിംഗ്, ആൻഡ് ദെൻ നെക്സ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 o'clock. 2 hours ഗ്യാപ്പ് വി ഹാവ്. സോ ഐ തിങ്ക് അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഈക്വലി എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഹീ ഫൈറ്റിൻ്റെ സാധനങ്ങൾ കഴിഞ്ഞാൽ പോലും ഇമാജിൻ ദ ബോഡി, ദ എമൗണ്ട് ഓഫ് എഫേർട്ട് ഹി ഹാസ് ടു ടേക്ക് ഫോർ എവറി സിംഗിൾ ഫൈറ്റ് ആൻഡ് ഈവൻ പോസ്റ്റ് ദാറ്റ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഹി നെവർ ടേക്സ് എ ബ്രേക്ക്. ഷൂട്ടുണ്ടോ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിരിക്കും. സോ അത് വലിയൊരു കാര്യം. സോ പങ്ക്ച്വലായിരുന്നു നിങ്ങൾ. പണി തീർന്നില്ല. പ്രൊഡ്യൂസർ നമ്മള് പറയാം ലൈക്ക് ഇപ്പം കേസിലാണെങ്കിൽ ലൈക്ക് ആസ് ഹി ഈസ് കമ്മിങ് ഫ്രം ലൈക്ക് നോ മമ്മൂക്കാസ് ലൈക്ക് നെയിം ഇസ് ദേ. സോ യാ, സോ അപ്പോൾ എന്താ പ്രശ്നം പറയാം, അദ്ദേഹത്തിന്റെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു വലിയ മല ഇരിക്കുമല്ലേ, അതിനിടെ താഴത്ത് നമ്മൾ ചെറിയ കല്ലുകളല്ലേ. ബട്ട് ഞങ്ങള് ലൈക്ക് ടു ബി ഫ്രാങ്ക്, ആഷ്കറിനെ ഞങ്ങൾ വിചാരിച്ച ഭയങ്കര ജാടിയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സൗണ്ടിലാണ് ജാട ഇരിക്കുന്നത്. ആഷ്കറിനെ കാണാതെ ഒരാൾ ഫോൺ ത്രൂ സംസാരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വുഡ് നോട്ട് നോ ഇത്രയും കൂൾ ആയിട്ടുള്ള ഒരാളെന്ന് മനസ്സിലാവില്ല, ബിക്കോസ് ഓഫ് ദ സൗണ്ട്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് യു ഗൈസ് ക്യാൻ ഓൾസോ കംഫർട്ടബിൾ അല്ലേ. സോ ദാറ്റ് ഈവൻ ലൈക്ക് ഞങ്ങള് കുറച്ചൊരു നെർവസ് ആയിരുന്നു. ആദ്യം തൊട്ട് ജാട കാണിച്ചാൽ മതി, ഞാനത് പിടിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്? എന്റെ പൊന്നോ, ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇതൊക്കെ. ടോംബോയാണിത്. ഇതും ടോംബോയാണ്, റായലക്ഷ്മി ടോംബോയാ. സിംഗിൾ, ഐ മീൻ I'm a single child ആണ്. റായലക്ഷ്മി ഹാസ് സിബ്ലിങ്സ്. അതല്ല, ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇതാവും. അതുപോലെ പെട്ടെന്ന് കാമാവും. പക്ഷേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടാൻ പെട്ടെന്ന് അപ്സെറ്റ്, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഐ ഓവർ തിങ്ക് ആൻഡ് ഐ എം ലൈക്ക് അതെന്താ ഐ കീപ് ടെല്ലിങ് ഹിം ഓൾ ദാറ്റ്. സോ എന്താണ് നമ്മൾ 10 ദിവസം കഴിഞ്ഞ് മരിക്കാനൊക്കെ ആളല്ലേ, 1 മാസം മുമ്പേ കൊന്നു കളയും. നമ്മൾ 10 ദിവസം കഴിഞ്ഞ് മരിക്കാനിരിക്കുന്ന ഒരാള്, അപ്പോൾ 1 മാസം മുമ്പേ കൊന്നു കളയും. അപ്പോൾ 40 days അപ്പോൾ പോവും. വെപ്രണം പിടിച്ച് കൊന്ന്. ഞാൻ ശാന്തനാണ്. ദേഷ്യം വന്നാൽ നമ്മൾ ദേഷ്യപ്പെടാതെ ശാന്തനായിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇത് ഇപ്പൊ നിങ്ങൾ റായലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത്, പുള്ളിക്കാരി കുറച്ച് ക്യാപ്പിന് ശേഷം വരുന്ന മൂവിയല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. റായലക്ഷ്മിനെ കൊണ്ടുവന്ന അഷ്കസ്താനാണ് അല്ലേ? അങ്ങനെയൊന്നുമല്ല, വേറൊന്നുമല്ല. റായലക്ഷ്മി ക്യാരക്ടർ ചെയ്യണമെന്ന് ഞാനും ഡയറക്ടറും സംസാരിച്ചു. പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്തു. അവർ വന്നു, അഭിനയിച്ചു. ഭയങ്കര സന്തോഷം. സൂപ്പറായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, റായലക്ഷ്മിയുടെയും ഫസ്റ്റ് തമിഴ് പടം ചെയ്തിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആരാണെന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ലാസ്റ്റ് ആയപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അഭിനയിക്കാൻ പറ്റി. റായലക്ഷ്മിയുടെ ഒരു അഭിനയിക്കാൻ പറ്റി. നല്ല സുന്ദരിയല്ലേ അവർ? ഹന്നയും അടുത്ത ദിവസമല്ല, ഹന്നയും ഭയങ്കര സുന്ദരിയാ. അല്ലെങ്കിൽ എന്നെ പോണ വഴിക്ക് എടുത്തിട്ട് ഇടിക്കും. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു, ലൈക്ക് റായലക്ഷ്മി നല്ല ക്യാരക്ടർ കുറിച്ചിട്ട് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, ലൊക്കേഷനിലേക്ക് എപ്പോഴും ലേറ്റ് ആയി വരുന്നത് ആരാണ്? അത് ആക്ച്വലി ഞങ്ങൾ കറക്റ്റ് സമയത്തല്ല. കാര്യം കറക്റ്റ് സമയത്തിൽ എത്തിയേ പറ്റൂ. കാര്യം എല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കുമ്പം വി ഡോണ്ട് ഹാവ് ടൈം. ബ്രേക്ക് കിട്ടിയാലല്ലേ പോയിട്ട് ലേറ്റ് ആയി വരാൻ പറ്റും. ബ്രേക്ക് ഇല്ലായിരുന്നു. റൗണ്ട് ക്ലോക്ക് ആയതുകൊണ്ട് പോയി വരാൻ സമയമില്ല. ആരും ലേറ്റ് ആയില്ല. എല്ലാവരും അവരൊരു ജോലി കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ പണി പോകത്തില്ലേ. 9 മണിക്ക് എത്ര 9 മണിക്ക് എത്തിയിരിക്കും. അത് ഉറങ്ങിയില്ലെങ്കിലും മറ്റും ഓടിപ്പിടച്ചെത്തും. കാരണം നമ്മൾ അത്രത്തോളം ഇഷ്ടമുള്ള ജോലിയല്ലേ. ഇപ്പം നിങ്ങളുടെ ജോലിയാണെങ്കിലും നിങ്ങളുടെ ഓഫീസിൽ കറക്റ്റ് ഇത്ര മണിക്ക് എത്തിയില്ലെങ്കിൽ പണി പോകത്തില്ലേ? അതുപോലെ തന്നെ ഒരു ലേറ്റിങ്ങും ഇല്ല. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കറങ്ങാൻ പോകാൻ പറ്റും. പൈസ വേണ്ടേ? ചിക്കിലി അല്ലേ?
അപ്പം ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത അഷ്കറിനും ഹന്നയ്ക്കും പിന്നെ DNA ഹോൾ ക്രൂവിനും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് പ്ലീസ് ഡു വാച്ച്. അപ്പോൾ എല്ലാവരും മൂവി കാണുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഈ 3 കിളികളുടെ കൂടെയും വേറൊരു കിളിയുടെ കൂടെ ഇരിക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം. DNA എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താ? CP Talks. ഞാൻ Full form Chill Pill Talks ആണ്. I think Chill we Pill gave you Talk. that chill pill. Yeah. ഓ ചിൽപിൽ ടോക്ക്. 3 ചിൽപിൽ ടോക്കിൻ്റെ കൂടെ വേറെ ചിൽപിൽ ടോക്കിൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നു. DNA എല്ലാവരും കാണുക.